നമസ്കാരം. നമസ്കാരം. ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ്. എന്താ? ഇപ്പൊ സാന്ത്വനം ടൂർ തുടങ്ങിയല്ലേ? ആ അപ്പൊ അഞ്ജലിനെ അതിനകത്ത് കാണുന്നില്ല. സാന്ത്വനം ഫസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ടൂർ തുടങ്ങിയിട്ട് ഫസ്റ്റ് നാട്ടോ മിക്കവരും തന്നെ ഇല്ല അതിനകത്ത്. ആരും തന്നെ ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെയാ. അപ്പൊ ഈ ഷാജിപ്പാപ്പന്റെ പ്രോഗ്രാമില് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, ഇനി കല്യാണം കഴിഞ്ഞത് കൊണ്ടിട്ടാണോ അതിനെ നിർത്തി? അല്ലെങ്കിൽ ഇല്ല, കല്യാണം കഴിഞ്ഞുകൊണ്ട് സീരിയല് തീർന്നത് അങ്ങനെയൊന്നല്ല. സീരിയല് ഓൾറെഡി നമ്മള് 1000 എപ്പിസോഡായിരുന്നു അഗ്രിമെന്റ് സൈൻ ചെയ്തേ. അപ്പോ ഏകദേശം ആ സമയത്ത് തന്നെ കല്യാണ ഡേറ്റ്, കാരണം കല്യാണം കഴിഞ്ഞിട്ടും അടുത്ത സ്കെഡ്യൂളിന് പോവാൻ വേണ്ടിയിട്ട് ലീവൊക്കെ ഒരു 5-ാം തീയതി വരെ ലീവ് വേണം എന്നൊക്കെ ചോദിച്ചു വെച്ചതായിരുന്നു. പക്ഷെ 1000 എപ്പിസോഡ് അപ്പൊ ആയപ്പോ കറക്റ്റ് തീർന്നു. അല്ലാണ്ട് ഇതും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി സാന്ത്വനത്തിലോ? ഇല്ല, സാന്ത്വനം 1ഉം 2ഉം ഭയങ്കര വ്യത്യാസമാണ്. ലൈക്ക് അത് വേറെ തന്നെ ടീമാ. ചിപ്പി ചേച്ചി അവരൊന്നും അല്ല, ഡയറക്ടറും മാറി. അപ്പൊ അത് വേറെ ടീം തന്നെയാണ്. അപ്പൊ അതില് നമ്മളാരില്ല, അത് വേറെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഒരു മറുപടിയിലില്ല, ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഏതിനകത്താ അഭിനയിക്കാൻ പോണത്? ഞങ്ങളിപ്പോ ഞാനും സാന്ത്വനത്തിലെ ശിവനും കൂടെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ട് ചെയ്തത് ഞങ്ങളുടെ അനിയൻ കണ്ണനാണ്. അത് ഈ November 22 റിലീസ് ആവുന്നുണ്ട്. പെണ്ണിനെ ഇഷ്ടായോ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. അച്ചുവിന്റെ യൂട്യൂബ് ചാനലിലാണ് റിലീസ് ആവുന്നത്. November 22 വൈകിട്ട് 5:30. അതെന്തായാലും കാണണം കേട്ടോ. ചേച്ചി അഭിപ്രായം പറയണേ, കണ്ടിട്ട് പറയണേ. പിന്നെ എന്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തു. അച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ണൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ചേച്ചി, ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. ആ ഓക്കെ ചേച്ചി. ഇല്ല ഇല്ല ഇല്ല. ശരി. ഹലോ ഹലോ ചേച്ചി, അപ്പൊ കാണണം കേട്ടോ. 22-ാം തീയതി ഇറങ്ങുന്ന പെണ്ണിനെ ഇഷ്ടായോ? തീർച്ചയായിട്ടും കാണാം. ആ, അഭിനയിച്ചേക്കണെങ്കിൽ യൂട്യൂബ് ഉണ്ടോ ചേച്ചിക്ക്? യൂട്യൂബ് ഉണ്ടോ? ഉണ്ട്. എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ ഓക്കെ, ശരി. ഒരു സബ്സ്ക്രൈബറായി. അതൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. ചേച്ചിയുടെ പേര് അച്ചാമ്മ ചേട്ടത്തി എന്നാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അന്ന് ഇന്റർവ്യൂലും വിളിച്ചിരുന്നില്ലേ? ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ? എന്നെയല്ല, ചേട്ടൻ വന്നപ്പോ ഇതേ ചോദ്യം ചോദിച്ചു. ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ ഈ പെണ്ണിനെ ഇഷ്ടമായോ, സാന്ത്വനം ഒക്കെ എല്ലാം ഒരു റൊമാൻറ്റിക് ഇതാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഭയങ്കര ഒരു റൊമാൻറ്റിക് കപ്പിൾസ് ഉണ്ട് ഇവിടെ. അപ്പം ആ 23-ാം വയസ്സിലെ പ്രണയം ഒന്ന് ഭയങ്കര ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? കല്യാണമായിരുന്നു 24 വയസ്സില്. ഞങ്ങള് +2 ആണ് ഒരുമിച്ച്, +2 എന്ന് പറഞ്ഞ സിനിമയില ഒരുമിച്ച് അഭിനയിച്ചത്. അങ്ങനെ സിനിമയൊക്കെ കഴിയാറായപ്പം ഇഷ്ടമായി. പിന്നെ ആദ്യം ഇങ്ങനെ കല്യാണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഷൂട്ടൊക്കെ കഴിയാറായ സമയത്താ. ഷൂട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം സംസാരിച്ചിരുന്നൊന്നുമില്ല. അപ്പം ഷൂട്ടൊക്കെ കഴിയാറായിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. പിന്നെ എല്ലാം ചടപട പെട്ടെന്നായിരുന്നു. അങ്ങനെ 11/12/13 കല്യാണം കഴിച്ചു. 11/12/13 December 11, 2013. അങ്ങനെ കല്യാണത്തിലേക്ക് എത്തി. ഇപ്പൊ 11 വർഷമായി. 11 വർഷം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ 22-ാം തീയതി ഇറങ്ങാൻ പോകുന്ന പെണ്ണിനെ ഇഷ്ടമായോ ഇതിനെ പറ്റി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. കാര്യം ഒരുപാട് ഡിലേ ആയി. കാര്യം സാന്ത്വനം സീരിയല് കഴിഞ്ഞ ഉടനെ ഇത് റിലീസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഷൂട്ടും കുറച്ച് ഡിലേ ആയി. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും ഒക്കെ കുറച്ച് ഡിലേ ആയി.